ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. മൗനരാഗം സീരിയലിൻ്റെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ പ്രകാശന് കിട്ടാവുന്നതിൻ്റെ മാക്സിമം ശിക്ഷ തന്നെ കിട്ടുകയാണ്. ഇത്രയും കാലവും പ്രകാശൻ്റെ വലം കൈയായിട്ട് നടന്നിരുന്ന പ്രകാശൻ്റെ അമ്മ തന്നെ അവൻ്റെ കരണക്കുറ്റി നോക്കി ഒരു അടി വെച്ച് കൊടുത്തു. ഇതൊക്കെ കണ്ടും അവിടെ കല്യാണിയാണെങ്കിലോ ഇതെന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുക. ഈ സമയമാണെങ്കിൽ കല്യാണിയുടെ മുന്നിൽ വെച്ച് അടി കിട്ടിയത് കൊണ്ട് തന്നെ പ്രകാശനാണെങ്കിൽ ഇതേ കൺട്രോൾ പോയ അവസ്ഥയിൽ പ്രകാശം പറഞ്ഞു, അമ്മ ഇതെന്ത് ഭ്രാന്തായി കാണിക്കുന്നത്? എൻ്റെ ഒപ്പം വരാമെന്നുണ്ടെങ്കിൽ അമ്മ ഇപ്പം ഇറങ്ങിക്കോണം. ഒരു കാരണവശാലും എൻ്റെ അമ്മ ഈ നിൽക്കുന്നവളുടെ സഹായത്തിൽ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അമ്മ ഇപ്പം തന്നെ എൻ്റെ ഒപ്പം ഇറങ്ങണമെന്ന് പറഞ്ഞതും മൂങ്ങ മുത്തശ്ശി നല്ല കണക്കിന് തന്നെ പ്രകാശനിട്ട് കൊടുത്തു. അതെ, എൻ്റെ തീരുമാനം ഇനി ഒരിക്കലും നിൻ്റെ ഒപ്പം വരുന്നില്ല എന്നാടാ. ഇത്രയും കാലവും ഞാൻ എന്തുമാത്രം തെറ്റുകളിലൂടെ പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ വന്ന് ഒരേ ഒരു രാത്രി തങ്ങിയപ്പോൾ തന്നെ എനിക്ക് ശരിക്കും കാര്യങ്ങൾ പിടികിട്ടി. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ഒക്കെ ഞാനിവിടെ അങ്ങ് കൂടി പൊക്കോളും. എന്തായാലും നിൻ്റെ ഒപ്പം വരാൻ എനിക്ക് തീരെയും താല്പര്യമില്ല എന്ന് പറഞ്ഞ് പ്രകാശനെ ആട്ടി ഓടിക്കുകയാണ് മൂങ്ങ. ഈ സമയമാണെങ്കിൽ തൻ്റെ പെറ്റമ്മ തന്നെ തള്ളി പറഞ്ഞ സങ്കടത്തിൽ പ്രകാശൻ കലി പൂണ്ട് നിൽക്കുന്നു. പ്രകാശൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് മൂങ്ങയ്ക്ക് സങ്കടം ഉണ്ടെങ്കിലും മൂങ്ങ അതൊന്നും പുറത്ത് കാണിക്കാതെ കല്യാണിയുടെ അടുത്തേക്ക് ചെന്നു. മോളെ കല്യാണി, അമ്മുമ്മ ഒരുപാട് തെറ്റ് മോളോട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എൻ്റെ മോൾക്ക് അമ്മുമ്മയോട് ക്ഷമിക്കാൻ പറ്റുമെന്ന് ചോദിക്കുക. ഇത് കേട്ടതും കല്യാണിയാണെങ്കിലോ, അതെ, നിങ്ങളെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? നിങ്ങൾ ഈ മകൻ്റെ കൂടെ കൂടി ഒരുപാട് അടവുകൾ എൻ്റെ മുന്നിൽ ഇറക്കിയതല്ലേ. അതുകൊണ്ട് നിങ്ങളെ വിശ്വസിക്കാനൊന്നും അത്ര പെട്ടെന്നൊന്നും ഞാൻ തയ്യാറാവില്ല. കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാലോ. അതെ മോള് പറഞ്ഞത് ശരി തന്നെയാണ്. ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരുത്തിയാണ് ഞാൻ. ആ രീതിയിലാണ് മോളോട് പെരുമാറിയിട്ടുള്ളതും. പക്ഷേ ഇപ്പം ഞാൻ ആത്മാർത്ഥമായി തന്നെയാണ് മോളെ പറയുന്നത്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ മോളോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് കല്യാണിയുടെ അടുത്തേക്ക് വരികയാണ് മൂങ്ങയുടെ ഈ മനംമാറ്റം കാണുമ്പം പ്രകാശനാണെങ്കിലോ, എന്നാൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ? ഒരിക്കൽ പോലും ഈ നിൽക്കുന്നവളെ ഞാൻ സ്നേഹിക്കില്ല. ആ കാര്യത്തിൽ നിങ്ങൾ കുറിച്ചു വെച്ചോ. ഇവളുടെ നാശം കണ്ടിട്ടേ ഈ പ്രകാശൻ ഇനി മടങ്ങി വരുള്ളൂ. അന്ന് നിങ്ങൾ മനസ്സിലാക്കും ഈ പ്രകാശനായിരുന്നു നിങ്ങൾക്ക് ഏറ്റവും വലുതെന്ന് പറഞ്ഞ് പ്രകാശൻ അവിടെ നിന്ന് വലിയ വെല്ലുവിളിയൊക്കെ നടത്തി പ്രകാശൻ അവിടെ നിന്ന് അങ്ങ് പോവാട്ടോ. അങ്ങനെ പുള്ളിക്കാരൻ പോയത് മൂങ്ങയാണെങ്കിലോ, മോളെ നീ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ കല്യാണിയുടെ അടുത്തേക്ക് ഓടി വരികയാണ്. കല്യാണിയാണെങ്കിൽ ഇവരെ സ്വീകരിക്കണോ അതോ തള്ളിക്കളയണോ എന്നൊക്കെ കൺഫ്യൂഷൻ അടിച്ച് അവിടെ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും ആ വാർഡൻ പറഞ്ഞു, അതെ മേഡത്തിനെ ഇപ്പോൾ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത് ഇവിടെ മറ്റൊരു ചടങ്ങ് കൂടി നടത്താനുണ്ടല്ലോ. എന്തായാലും നമുക്ക് ആ കാര്യങ്ങളിലേക്കൊക്കെ കടക്കാമെന്ന് പറഞ്ഞ് അവർ നമ്മുടെ കല്യാണിയെ സ്വീകരിച്ച് അങ്ങോട്ടേക്ക് പോവുക. അപ്പോൾ ഈ സമയമാണെങ്കിൽ ഇതാ നമ്മളെ കാണിക്കുന്നത് പ്രകാശൻ അമ്മ തല്ലിയതും അതുപോലെ അമ്മ തന്നെ തള്ളിപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ആ റോഡിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കിനും പ്രകാശൻ്റെ മുന്നിൽ ഇതാ വന്ന് നിൽക്കുന്നു നമ്മുടെ സരയുവിനെ കണ്ടതും പ്രകാശനാണെങ്കിലോ, നീ എൻ്റെ മോനെ കണ്ടായിരുന്നോ? എൻ്റെ മോനെ എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണമല്ലോ. അവൻ നിന്നെ വിളിക്കുകയോ എന്തെങ്കിലും ചെയ്തായിരുന്നോ സരയു എന്ന് ചോദിച്ചതും, അല്ല നിങ്ങൾക്കിതെന്താ പറ്റിയത്? നിങ്ങൾക്ക് എന്തോ ഒരു ടെൻഷനുള്ള പോലെയാണല്ലോ, എന്ത് പറ്റി? അപ്പം ഈ ഒരു സമയമാണെങ്കിൽ പ്രകാശം പറഞ്ഞു, അതെ, എനിക്കെൻ്റെ മോനെ കാണണം, വളരെ അത്യാവശ്യമാണ്. എനിക്ക് അവനോട് 2 വാക്ക് സംസാരിക്കാനുണ്ട്. അതിന് നിങ്ങൾ കിടന്ന ആശുപത്രിയിൽ തന്നെയാണല്ലോ വിക്രം അഡ്മിറ്റ് ആയിട്ടുള്ളത്. റൂം നമ്പർ 209 വിക്രം ഉണ്ടല്ലോ. നിങ്ങളത് അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ് സരയും. അത് കേട്ടതും എന്നെ ഒന്ന് എൻ്റെ മോൻ്റെ അടുത്തേക്ക് എത്തിക്കാവോ എന്ന് ചോദിച്ച് സരേൻ്റെ ഒപ്പം നമ്മുടെ പ്രകാശൻ ഇറങ്ങിത്തിരിക്കുകയാണ്. അങ്ങനെ കല്യാണി അവിടെയുള്ള എല്ലാ അമ്മമാരോടുമായിട്ട് അവളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. ശരിക്കും ചെറുപ്പത്തിൽ ഞാൻ മിണ്ടാത്ത ഒരു കുട്ടിയായിരുന്നു. ആ സമയത്തൊക്കെ ഈ നിൽക്കുന്ന അമ്മുമ്മയും അതുപോലെ ഇവിടെ നിന്ന് ഒരു മനുഷ്യൻ ഇറങ്ങിപ്പോയല്ലോ, അയാളാണ് എൻ്റെ അച്ഛൻ. ഈ അച്ഛനും എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കല്യാണി പറയുക. വളരെയധികം കുറ്റബോധത്തോടു കൂടി മൂങ്ങാമുത്തശ്ശി ഇതൊക്കെ കേട്ടു ഇരിക്കുന്നു. ആ സമയമാണെങ്കിൽ അമ്പടാ, ഇത്രയും ഭയങ്കരമായിട്ടുള്ളൊരു മുത്തശ്ശിയാണോ ദൈവമേ ഞങ്ങൾ എല്ലാവരും കൂടി ചേർത്ത് ഇവിടെ സ്ഥിരതാമസം ആക്കിക്കാമെന്ന് വിചാരിച്ചതെന്ന് അവിടെയുള്ള അന്തേവാസികളായിട്ടുള്ള അമ്മമാരൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ആ സമയമാണെങ്കിലോ മൂങ്ങ മുത്തശ്ശി പതുക്കെ എഴുന്നേറ്റിട്ട്, മോളെ എനിക്ക് ഇച്ചിരി സംസാരിക്കാനുണ്ട്, ഞാനൊന്ന് സംസാരിച്ചോട്ടെ എന്ന് ചോദിച്ച് ആ മൈക്കിനടുത്തേക്ക് വന്നിട്ട് മൂങ്ങ സംസാരിക്കാൻ തുടങ്ങി.
ഞാനേ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ അച്ഛനാ എന്നെ ഇങ്ങനെയുള്ളൊരു ശീലം പഠിപ്പിച്ചു തന്നത്. അച്ഛന് പെൺപിള്ളേരെ ഇഷ്ടമല്ലായിരുന്നു. ആ ഒരു രീതിയിലാണ് എന്നെ വളർത്തിയത് എന്നുള്ള കാര്യങ്ങൾ മുഴുവനും മൂങ്ങ അവിടെ വെച്ച് സംസാരിച്ചതും മൂങ്ങയ്ക്ക് ഇപ്പോൾ തെറ്റുകളൊക്കെ മനസ്സിലായെന്നും മൂങ്ങ നന്നാവാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യമൊക്കെ കല്യാണിക്ക് ഏകദേശം പിടികിട്ടിയത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാനൊരു അവസരം തരാം. ഈ അവസരത്തിൽ നിങ്ങൾ നന്നാകുകയാണെങ്കിൽ ജീവിതകാലം മുഴുവനും നിങ്ങൾക്കിവിടെ സുഖമായിട്ട് താമസിക്കാം. അല്ലെങ്കിൽ ഈ കല്യാണി പിന്നെ നിങ്ങളെ തിരിഞ്ഞു നോക്കില്ല എന്ന് പറഞ്ഞ് കല്യാണി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ അവൾ നേരെ വരുന്നത് കാദംബരി കിടക്കുന്ന ആ ആശുപത്രിയിലേക്ക് തന്നെയാണ്. അവിടെ എത്തിയതും നമ്മുടെ ദീപയുടെ അടുത്തും കാദംബരിയുടെ അടുത്തും അതെ അമ്മയും ചേച്ചി ഒരു കാര്യം കേട്ടെ, ഇന്നൊരു സംഭവം ഉണ്ടായി. പ്രകാശനും അതുപോലെ മൂങ്ങയും കൂടി വന്നിരിക്കുന്നത് ഞാൻ മുന്നിട്ട് നിന്ന് നടത്തുന്ന ആ സായാഹ്നം എന്ന് പറയുന്ന സ്ഥാപനം ഉണ്ടല്ലോ, പാവപ്പെട്ട അമ്മമാർക്ക് വേണ്ടിയിട്ട് ആ സ്ഥാപനത്തിലേക്ക് അവർ വന്നത്. ഇന്ന് ഒരു അമ്മുമ്മയെ സഹായിക്കാനുണ്ടെന്ന് പറഞ്ഞാണല്ലോ എന്നെ വിളിച്ചു വരുത്തിയത്. ആ അമ്മുമ്മ മറ്റാരുമല്ല, നമ്മുടെ അമ്മുമ്മ തന്നെയായിരുന്നു, ആ വിക്രത്തിൻ്റെ അമ്മുമ്മ. എന്തായാലും അവരിന്ന് ഒരുപാട് നേറിയ മനസ്സുമായിട്ടാണ് നിന്നിരുന്നത്. എന്നെ കണ്ടതും അവരെന്നോട് ഒരുപാട് മാപ്പ് പറയുകയൊക്കെ ചെയ്തമ്മ. ഇതൊക്കെ സത്യമാണോ മോളെന്ന് ദീപ ചോദിക്കുക. അതെ അമ്മ, അവരുടെ മനസ്സിനൊക്കെ എന്തൊക്കെയോ ചില മാറ്റങ്ങളുള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എൻ്റെ പൊന്നു മോളെ കല്യാണി, ദേ നിനക്ക് നമ്മുടെ അമ്മുമ്മയെ നന്നായിട്ട് അറിയാത്തത് കൊണ്ടാണ്. എൻ്റെ ചേച്ചി ആരെക്കാട്ടിലും നന്നായിട്ട് അവരെ അടുത്തറിഞ്ഞ വ്യക്തിയല്ലേ ഞാൻ. അവരേറ്റവും അധികം ഉപദ്രവിച്ചിരിക്കുന്നതും എന്നെ തന്നെയല്ലേ. അതുകൊണ്ട് തന്നെ അവരുടെ സ്വഭാവം വളരെ നന്നായിട്ട് എനിക്കറിയാം. പക്ഷേ ഇതിൽ നല്ല ആത്മാർത്ഥത ഉണ്ടായിരുന്നു ചേച്ചി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവരെ വിശ്വസിക്കുന്നത്. മോളെ, അവരെ വിശ്വസിക്കുമ്പോഴത്തേക്കിനും മോൾ ഒരു കാര്യം കൂടെ ആലോചിക്കണം. ഇനി ഏത് രീതിയിലാണ് മോളെ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ പ്രകാശനും അവൻ്റെ മകനും കൂടി മുന്നിട്ട് നിൽക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് മോള് എല്ലാത്തിലും ഒരു കരുതലും ശ്രദ്ധയൊക്കെ വെക്കണമെന്ന് പറഞ്ഞു. ഈ സമയം നമ്മുടെ പ്രകാശനും ആശുപത്രിയിലേക്ക് എത്തി. അവിടെ വന്നതും വിക്രം ഇങ്ങനെ പരിക്കൊക്കെ പറ്റി കിടക്കുന്ന കാഴ്ച കാണുമ്പോൾ പ്രകാശന് നല്ല സങ്കടം വന്നു. എൻ്റെ മോനെ, ആരാടാ നിന്നെ ഈ പരുവത്തിലാക്കിയത്? അച്ഛ ഒന്നും പറയണ്ട അച്ഛ, ആ കിരണും കല്യാണിയും കൂടി എന്നെ ഈ അവശതയിലാക്കിയത്. അവളുണ്ടല്ലോ, അവൾ ഞെളിഞ്ഞ് നടക്കുകയാണ്. എന്നെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് അവളെ ഞാൻ വെറുതെ വിടില്ല അച്ഛാന്ന് വിക്രം പറഞ്ഞതും അതേടാ മോനെ, ആ കല്യാണിയും അതുപോലെ തന്നെ ആ ദീപയും പിന്നെ ഒരുത്തി ഉണ്ടല്ലോ ലക്ഷ്മി, അവളും അവളുടെ മകള് കാർത്തികയും ഒക്കെ നിന്ന് കരയുന്ന കാഴ്ച എനിക്ക് കാണണം. നിനക്കത് കാണിച്ചു തരാൻ പറ്റുമോ? അച്ഛൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. അല്ല അമ്മുമ്മ എവിടെ അച്ഛാന്ന് ചോദിക്കുകയാണ് വിക്രം. ഇത് കേട്ടതും അമ്മുമ്മയോ, ഇനി അവരെക്കുറിച്ചും മിണ്ടണ്ട. അവരാ കല്യാണിയുടെ പക്ഷം ചേർന്ന് മോനെ, അവർ നമ്മളെ ഒറ്റപ്പെടുത്തി കളഞ്ഞു. എന്തൊക്കെയാ അച്ഛൻ ഈ കേൾക്കുന്നത്? അമ്മുമ്മ കല്യാണിയുടെ പക്ഷം ചേർന്നെന്നോ? അതേടാ, അവർക്ക് ഇനിയിപ്പോൾ എന്താ നോക്കാനുള്ളത്? അവർക്ക് ആഹാരം കഴിക്കാൻ വേണം, അതുപോലെ എവിടെയെങ്കിലും കിടക്കണം. അതുമാത്രമല്ല ഇനി അവർക്ക് ഈ വയസ്സാം കാലത്തുള്ളൂ. പിന്നെ അവരെയൊക്കെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിന്നെ തേടി എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു അവസ്ഥയിൽ നീ ഇനി എന്ത് ചെയ്യാനാ മോനെ എന്ന് ചോദിക്കുകയാണ് പ്രകാശൻ. ഇത് കേട്ടതും അച്ഛാ, സരയും ഞാനും അതുപോലെ ആ രാഹുലങ്ങളും ഒക്കെ കൂടി ചേർന്നാൽ ആ കിരണിനെയും കല്യാണിയും ഒക്കെ നിഷ്പ്രയാസം തകർക്കാൻ പറ്റും. അച്ഛൻ അതുകൊണ്ട് ഒന്നും ആലോചിച്ച് വിഷമിക്കേണ്ട. ആ കാർത്തികയുടെ കമ്പനിയും നമുക്ക് അടച്ചു പൂട്ടിക്കാം. അവളെയോ അവളുടെ അമ്മയോ ഒക്കെ വീണ്ടും ചെന്നൈയിലേക്ക് കെട്ടുകെട്ടിക്കുകയും ചെയ്യാം. അച്ഛൻ ഒന്നുകൊണ്ടും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ടെന്ന് പറഞ്ഞ് പ്രകാശനെ ആശ്വസിപ്പിച്ച് സമാധാനിപ്പിച്ചൊക്കെ കൂടെ നിർത്തുകയാണ് വിക്രം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.